സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്കിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്ന വീട്ടിലേക്ക് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് 750 മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം കേട്ടോ. 1800 സ്ക്വയർ ഫീറ്റ് വീടാണിത്. 8.5 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. 4 ബെഡ്റൂമാണ് ഇതിലുള്ളത്. നല്ല സൂപ്പർ വീടാട്ടോ. അധികം പഴക്കമില്ലാതെ ഒറിജിനൽ മണൽ കൊണ്ട് പണിയെടുത്ത വീടാണിത്. ഈ വഴിയാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത്. നല്ല കോൺക്രീറ്റ് ചെയ്ത നല്ല വൃത്തിയുള്ള വഴിയാണ് കേട്ടോ. വെള്ള സൗകര്യം ഇതിൽ ബോർവെല്ലാണ്. 210 അടിയിൽ നല്ല യഥേഷ്ടം വെള്ളം കിട്ടിയിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണിത്. നല്ല പുതിയ വീടാണ് കേട്ടോ. അധികം പഴക്കമില്ല. ചുറ്റും മതിൽ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. നിലമൊക്കെ ഫ്രണ്ടും സൈഡൊക്കെ ഇൻ്റർലോക്ക് ചെയ്തതാണ്. നല്ല കായ്ക്കുന്ന 4 തെങ്ങുണ്ട്. ചുറ്റുപാടും നിറയെ വീടുകളുള്ള ഒരു ഏരിയയാണ് ഇത് കേട്ടോ. വീടിൻ്റെ പുറകുവശത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പുറകുവശത്ത് അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 മാവുണ്ട്. പിന്നെ വാഴകളും ഇതൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് പുറകുവശത്ത്. അതായി വാഷ് ചെയ്യുന്ന കല്ലിൻ്റെ അപ്പുറം കുറച്ച് പുറംതൊടിയായിട്ട് വേറെ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഭാഗം കുറച്ച് ഇതിങ്ങനെ മതിൽ കെട്ടി വേർതിരിച്ചിട്ട് അങ്ങനെ വേറെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഫ്രണ്ട് ഭാഗവും 2 സൈഡൊക്കെ നന്നായിട്ട് പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെ കേട്ടോ. സ്വസ്ഥമായിട്ട് താമസിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണിത്. ഈ വീട്ടിൽ നിന്ന് ഹൈവേയിലേക്ക് 750 മീറ്ററാണ് ദൂരം. ഹൈവേയിൽ നിന്ന് ഒറ്റപ്പാലം ടൗണിലേക്ക് 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം കേട്ടോ. ഒറ്റപ്പാലം NSS കോളേജ് അടുത്താണ്. കേന്ദ്രീയ വിദ്യാലയം അടുത്താണ്. പിന്നെ ഒറ്റപ്പാലം ടൗണിൽ NSS സ്കൂളുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂള്, കോൺവെൻറ്റ് എല്ലാം ഒറ്റപ്പാലത്തുണ്ടല്ലോ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ ഒരു സിറ്റ് ഔട്ടാണ്. അത് കഴിഞ്ഞാൽ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഹാളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗസ്റ്റ് റൂമാണ്. വിസിറ്റിംഗ് ഗസ്റ്റ് റൂമാണത്. ഇത് കോമൺ ബാത്റൂമിൻ്റെ ഭാഗം. കയറിയ ലെഫ്റ്റ് ഭാഗം ഒരു ബെഡ്റൂം കേട്ടോ. ആദ്യത്തെ ബെഡ്റൂമാണ്. കയറിയ വാർഡന്നെ ഇടത് ഭാഗത്ത് ആദ്യത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് അല്ല. അത്യാവശ്യം ഷെൽഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണത്. അവിടുന്ന് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് തന്നെയാണ് 2ാമത്തെ ബെഡ്റൂം ഉള്ളത് കേട്ടോ. അതും ആദ്യം കണ്ട ബെഡ്റൂം മാതിരി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അറ്റാച്ച്ഡ് അല്ല. അവിടുന്ന് നേരെ വീണ്ടും ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലതുഭാഗത്ത് ഒരു വിസിറ്റേഴ്സ് റൂം കേട്ടോ. ഗസ്റ്റ് റൂം പോലെയൊക്കെ നമുക്ക് ജസ്റ്റ് വിസിറ്റിംഗ് റൂം പോലെ സെറ്റുകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. അത്യാവശ്യം പ്രൈവസിയൊക്കെ ഉള്ളോട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് വീണ്ടും നമ്മൾ ഹാളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ ഒരു കോമൺ ബാത്റൂം അവിടെ ഉണ്ട്. നല്ല സ്പേസുള്ളൊരു ബാത്റൂം തന്നെയാണ്. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് തൊട്ട് തന്നെയാണ് ഒരു ഇടനാഴി കഴിഞ്ഞാൽ കിച്ചൺ വരുന്നത്. താഴത്തെ നിലയിൽ തന്നെ കിച്ചൺ. പിന്നെ അത്യാവശ്യം നിന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ഉള്ള കിച്ചണാണ് കേട്ടോ. സിങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ട്. നല്ല വലിപ്പമുള്ള കിച്ചണാണ്. ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ
അതിൻ്റെ ടൈൽസ് വേറൊരു ഡിസൈൻ ടൈൽസാണ് കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനലൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടുന്ന് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് വാഷ് ബേസിൻ സ്റ്റെയർ കേസിൻ്റെ താഴെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റെയർ കേസൊക്കെ നല്ല ബ്ലാക്ക് ഗ്രാനൈറ്റ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ സ്റ്റീൽ ഗ്രില്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുകളിൽ 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴത്തെ മാതിരി വലിയൊരു ഹാള് അതേ സ്പേസിലുണ്ട്. അവിടുന്ന് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ചോരൽമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് അത്. അവിടുന്ന് ഹാളിലേക്ക് വന്ന ഓപ്പൺ ടെറസിലേക്കും ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. അവിടെ ഒരു കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ അവിടെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. അതിന് തൊട്ട് മുൻപിൽ തന്നെയാണ് 4ാമത്തെ ബെഡ്റൂം. ഇതിപ്പോൾ അവർ ഉപയോഗിക്കാതെ ഇട്ടതുകൊണ്ട് കട്ടിലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അലമാരയും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അത് കേട്ടോ. അവിടുന്ന് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ ഒരു ഇടനാഴി കഴിഞ്ഞാൽ ഓപ്പൺ ടെറസാണ്. ഓപ്പൺ ടെറസിൽ മുകളിലേക്കൊരു ഗോവണി കൊടുത്തിട്ടുണ്ട്. അത് മറ്റേ ഈ ടാങ്കും കാര്യങ്ങളൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലേക്കുള്ള ഗോവണിയാണ് ഈ കാണുന്നത്. 48 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ഇതിന് വില പറയുന്നത്. വില നെഗോഷ്യബിളാണ്. എന്തെങ്കിലും നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കേട്ടോ. അവിടുന്ന് വീണ്ടും ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണത്. ഈ ഡോർ തുറന്ന ബാൽക്കണി, പുറം കാഴ്ച, വീടിൻ്റെ മുൻഭാഗത്തെ ബാൽക്കണിയാണിത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.